പ്രഭാത ചിന്തയ്ക്കായി ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിലൊന്ന് കടന്നു വരാം. നോക്കൂ, ദാനിയേൽ പ്രവാചകൻ ഒരു ദർശനം കണ്ടു. ആ ദർശനം സത്യമാണെന്ന് മനസ്സിലായി. ആ ദർശനം മഹാകഷ്ടമുള്ളതാണെന്ന് മനസ്സിലായി. വരും കാലങ്ങളിൽ ദൈവത്തിൻ്റെ ജനം അഭിമുഖീകരിക്കുവാൻ പോകുന്നതായ കഷ്ടതയെ ഓർത്ത് ദാനിയേൽ വളരെയധികം ദുഃഖിച്ചു. ദുഃഖം താങ്ങുവാൻ കഴിയില്ല. ദൈവജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദാനിയേൽ പ്രാർത്ഥനയ്ക്കായിരുന്നു. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തുടങ്ങി. രാപകലില്ലാതെ ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയാണ്. കർത്താവേ, ദൈവജനത്തെ കഷ്ടതയിൽ നിന്ന് ഒഴിച്ചു കൊണ്ടുപോകുവാനുള്ള മാർഗമേത്? എന്നെ നീ കാണിച്ചതായ ദർശനത്തിൽ വളരെയധികം കഷ്ടതയുള്ളതായ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, വരുവാനിരിക്കുന്ന യാതനയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ജനം കണ്ടിട്ടില്ലാത്തതായ കണ്ണുനീരിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ കാണുന്നല്ലോ എന്നോർത്തുകൊണ്ട് ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. അല്പസമയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്നു. എന്നാൽ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവസാന്നിധ്യമെന്ന് ദാനിയേലിന് അറിയാമെങ്കിലും ഇത്രയ്ക്ക് വളരെ വഹിക്കാൻ വയ്യാത്ത ഒരു തേജസ്സേറിയ അനുഭവമാണെന്ന് ദാനിയേലിന് മനസ്സിലായില്ല. ദൈവദൂതൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും ദാനിയേലിൻ്റെ ചെവി തകർന്നുപോയി, തരിച്ചുപോയി. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, താൻ ബോധം കെട്ട് താഴെ കവിണ്ണു വീണു. എന്നാൽ 11-ാം വാക്യം വളരെ മാധുര്യമാണ്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അടുത്ത് വന്ന്, ദൈവത്തിൻ്റെ ദൂതൻ അടുത്ത് വന്ന് ദാനിയേലിനെ വിളിക്കുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, എൻ്റെ ശബ്ദം കേട്ട് നീ ഉറച്ചു നിൽക്കുക, എഴുന്നേൽക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം, വീണു പോകുന്ന ഏതൊരു മനുഷ്യനും, തകർന്ന മനുഷ്യന്, കവിണ്ണു വീണ് കിടക്കുന്നവന്, ബലഹീനനായവനെ നിലനിർത്തുന്നത്, എഴുന്നേറ്റ് നിർത്തുന്നത് ദൈവം കൊടുക്കുന്നതായ ട്രീറ്റ്മെൻറ്റ് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മിൽ ബലം പകർന്നു വരും. ദാനിയേലിൽ ഒരു ചൈതന്യമുണ്ടായി. ദാനിയേൽ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവൻ എന്നെ സ്നേഹിക്കുന്നുവെന്നും അവൻ എന്നെ പ്രിയപ്പെടുന്നുവെന്നുള്ളതായ ഒരു സന്ദേശം ഞാൻ കേട്ടപ്പോൾ, എനിക്ക് ഏറ്റവും പ്രിയനായ പുരുഷ എന്ന് ദാനിയേലിനെ ദൈവം വിളിച്ചപ്പോൾ, അയ്യോ, ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ബലവും ചൈതന്യവും ദാനിയേൽ അനുഭവിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഓമന പേർ ചൊല്ലി നമ്മുടെ മാതാപിതാക്കൾ നമ്മെ വിളിക്കുമ്പോൾ നമ്മളിലുള്ളതായ സന്തോഷം, നമുക്ക് കുറേ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളിൽ ഒരാളെ നമ്മൾ വിളിക്കുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോനെ, മോളെ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ കുഞ്ഞിൽ എത്ര സന്തോഷമാണ്, ഒരു ചൈതന്യം, അവളിലൊരു മിടുക്ക്, ഒരു ധൈര്യം, നമ്മുടെ അടുത്തേക്ക് കടന്നു വരുവാനുള്ളതായ ഒരു ബലം, ഒരവകാശം അവൾക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ദാനിയേലിനോട് ദൈവം ഇടപെട്ടത്, ദൈവത്തിൻ്റെ ദൂതനെ ഇടപെട്ടത്. ദൈവം നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ്റെ ദൃഷ്ടിയിൽ ദാനിയേൽ ഭയപ്പെട്ട് കവിണ്ണു വീണ് കിടക്കുക. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഭയപ്പാട് കൊണ്ട്, കഷ്ടത കണ്ടുകൊണ്ട്, പ്രയാസം കണ്ടുകൊണ്ട് നമ്മൾ കവിണ്ണു വീണു പോകും, ബോധം കെട്ട് വീണു പോകും, ബലമില്ല, നമുക്ക് താങ്ങുവാൻ കഴിയുകയില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ അടുത്ത് വരുമ്പോൾ നമ്മോട് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു, നീ എനിക്ക് പ്രിയനായ പുരുഷൻ. നോക്കൂ, കർത്താവ് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുവാൻ യോർദാൻ നദിയിലിറങ്ങി. സ്നാനമേറ്റ് കരയ്ക്ക് കയറുമ്പോൾ, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ അവന് മേൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാകുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആ ശബ്ദത്തിൽ തന്നെ ആകാശത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ യേശുവിൻ്റെ മേലിൽ വന്ന് പതിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതായ ഒരു സന്ദേശം നമ്മുടെ കാതുകളിൽ ധ്വനിക്കുമ്പോൾ ഒരു പുതിയ അഭിഷേകം നമുക്ക് വരും, പുതിയ ചൈതന്യമുണ്ടാകും. എത്ര ബലഹീനനാണെങ്കിലും, കവിണ്ണു വീണ് ബോധം കെട്ട് കിടക്കാണ്, ബലമില്ല, നിനക്ക് താങ്ങുവാൻ കഴിയുകയില്ല എങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനം നിന്നെ ബലപ്പെടുത്തും. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതൻ ദാനിയേലിനോട് പറഞ്ഞത്, ദാനിയേലേ, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, നീ എൻ്റെ വചനം കേട്ട് നിവർന്നു നിൽക്കുക.
തളർന്നവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ, തളർന്നവനെ ശക്തിപ്പെടുത്തുവാൻ, ബലഹീനനെ ബലമുള്ളവനാക്കുവാൻ, ചൈതന്യമുള്ളവനാക്കുവാൻ, ബോധമില്ലാത്തവനെ ബോധമുള്ളവനാക്കുവാൻ, നേരെ നോക്കാത്തവനെ നേരെ നിവർന്നു നിൽക്കുമാറാക്കുവാൻ, കുനിഞ്ഞിരിക്കുന്നവനെ എഴുന്നേറ്റ് നിർത്തുവാൻ, നടക്കുമാറാക്കുവാൻ, അവൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുവാൻ ശക്തനാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പക്ഷപാതക്കാരനോടും കുനിഞ്ഞ സ്ത്രീയോടും നടുവിൽ കൂനുള്ളതായ സ്ത്രീയോടും വരണ്ട കൈയുള്ള പുരുഷനോടുമൊക്കെ ദൈവം സംസാരിച്ചത് വാക്ക്, നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക, നിവർന്നു നിൽക്കുക, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ അയ്യോ, ഒരഭിഷേകം അവരുടെ മേൽ വന്നു. അവർ നടന്നു. കർത്താവിൻ്റെ ശബ്ദം അവരെ ജീവിപ്പിച്ചു. ദൈവത്തിൻ്റെ വചനം അവരെ ചൈതന്യമുള്ളവരാക്കി, അവരെ ബലപ്പെടുത്തി. ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന സന്ദേശം, ദൈവം നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്ന വചനം, പലപ്പോഴും നീ ദൈവ സാന്നിധ്യം അറിഞ്ഞോ, നിന്റെ കഷ്ടത കണ്ടോ, നീ തളർന്ന് തകർന്ന് തരിപ്പണമായി കവിണ്ണു വീണുപോയ സന്ദർഭങ്ങളുണ്ട്. എന്തു ചെയ്യും? കണ്ടതായ കഷ്ടത വഹിക്കാൻ ഒക്കുന്ന കാര്യമല്ല. അത് സത്യമാണ്, അത് സംഭവിക്കുകയും ചെയ്യും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ ദാനിയേലിനോട് പറയുകയാണ്, കഷ്ടതയൊക്കെയും സംഭവിക്കേണ്ടത് തന്നെയെങ്കിലും നിന്റെ ജനത്തെ താങ്ങുവാൻ ഞാൻ അവർക്ക് തുണയായിട്ട് അവരോട് കൂടെ ഉണ്ട്. സമയം വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എഴുന്നേൽക്കും, അവർക്ക് വേണ്ടി വെളിപ്പെടും. മതി, ദൈവത്തിൽ നിന്ന് അങ്ങനെ ഒരു സന്ദേശം നമുക്ക് കേട്ടാൽ മതി. കഷ്ടത എത്ര വരട്ടെ, കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതായ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം നീങ്ങി ഒരു നടകൊള്ളുവാൻ തക്കവണ്ണം നമ്മളിൽ ഒരു ബലം വ്യാപരിക്കും, ഒരു അഭിഷേകം വ്യാപരിക്കും. ദൈവശക്തിയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ ഭാഗ്യം കിട്ടിയ ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ളതായി ചൈതന്യം പ്രാപിക്കുവാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നീ കേൾക്കുമ്പോൾ, ദൈവശബ്ദം നീ കേൾക്കുമ്പോൾ അത് നിന്നിൽ വ്യതിയാനം വരുത്തുന്നില്ല എങ്കിൽ നീ മനുഷ്യ ശബ്ദമാണ് കേട്ടത്, ദൈവശബ്ദമല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം വാസ്തവമായി നീ കേൾക്കുന്നുണ്ടെങ്കിൽ, ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. അതുവരെയും ബോധമില്ലാതിരുന്ന നിന്നിൽ ചില ബോധമുണ്ടാകും, ചില ജ്ഞാനമുണ്ടാകും, ചില അറിവുണ്ടാകും, ചില പ്രത്യാശയുണ്ടാകും, ദൈവത്തിലുള്ളതായി വിശ്വാസം വർദ്ധിക്കും, നിന്നിൽ ജീവൻ കടന്നു വരും. നീ സാധാരണക്കാരനല്ല എന്നുള്ളതൊരു ബോധം. എന്താണ് നീ പിന്നെ എന്താണെന്നറിയോ? ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷൻ എന്നുള്ളതായ ഒരു ബോധം, അറിവ്, അത് നിന്നെ ശക്തീകരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുവാൻ തക്കവണ്ണം നിനക്ക് അഭിമാനം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉണ്ടാകും. ഈ പ്രഭാതത്തിൽ ദൈവ സാന്നിധ്യത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് ശക്തിപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളൊരു ഭാഗ്യകരമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ഓരോ പ്രഭാതത്തിലും ഓരോ സായാഹ്നത്തിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളിൽ നമ്മെ വെറുതെ നമ്മളെ ബോധം കെട്ട് തട്ടിക്കളയുന്നവനല്ല. നാം നമ്മൾ ബലമില്ലാതെ നീ താണു വീണുപോയെന്ന് കവിണ്ണു വീണ് കിടക്കുക ആയതുകൊണ്ട് നിന്നെ ഒരു നോക്ക് നോക്കി പോകുന്നവനല്ല ദൈവം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എൻ്റെ ശബ്ദം കേട്ട് നീ നിവർന്നു നിൽക്കുക. ദൈവത്തിൻ്റെ വചനം കേട്ട് ബലപ്പെടുവാൻ, ശക്തി പ്രാപിക്കുവാൻ, ചൈതന്യം പ്രാപിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ ശക്തീകരിക്കട്ടെ, പുതിയ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു.